ദൈവത്തിൻ്റെ പരിശുദ്ധ വാഴ്ത്തുപുറമാകട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനസൃഷ്ടിയുടെ ആരംഭമായി 200ാമത്തെ പാട്ട് പാടാം. 200. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാത തെറ്റിയോടിയപ്പോൾ, പാലകൻ നീ തേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. വേഗത്തിൽ എന്നുരച്ചു പോയവനെ, വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. അടുത്തായി 929ാമത്തെ പാട്ട് കാണും. 929. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമെൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയിൽ ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളെ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞെന്റെ വിരുന്നീനും അണിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർന്നിടും ദൈവം. കനിഞ്ഞെന്റെ വിരുന്നീനും അണിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കതിർ മാറ്റി വിളവേൽക്കാൻ യജമാനനെത്തുമ്പോൾ കതിർ കൂട്ടി വിതയോലും നേരം. അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനാളന്നിടും ദൈവം. അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനാളന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സബ് സ്കൂളിലേക്ക് ആയിരിക്കുന്ന ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേദവായനയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് സങ്കീർത്തനം 122 അതിൻ്റെ
1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ വരാൻ നല്ല ആപത്തിനടത്ത് നിന്ന് വിടുവിച്ചു. ഇന്ന് സർവ്വശക്തനായ ദൈവം നമുക്കുള്ളവരെയും ഇത്തരത്തിലുള്ള മഹാമാരികളിൽ നിന്നും വിടുവിച്ച് ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളുടെ ചെറിയ മറയിൽ മറയ്ക്കുന്ന പോലെ ദൈവം നമ്മളെയും നമുക്കുള്ളവരെയും മറച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഈ ശബത്ത് സ്കൂളിലായിരിക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ക്രിസ്തുവിനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ശബത്ത് സ്കൂളിൻ്റെ ആരംഭമായി നമുക്ക് ഏവർക്കും നമ്മുടെ സത്യപ്രദീപ ഗാനങ്ങളിൽ നിന്നും 455 പാട്ട് പാടാം. കാണുന്നു ഞാൻ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ സുസ്ഥിരമാനസനുകരുവൻ യാഹേ. ആശ്രയം വയ്ക്കുകിലനുദിനം നാഥൻ. കാത്തിടുമവനെ സ്വസ്ഥതയോടെ പാർത്തിനവൻ തിരുകരങ്ങളിലെന്നും. കാണുന്നു ഞാൻ പർവ്വത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും നീങ്ങുകില്ലവൻ ദയയെന്നിൽ നിന്നതുപോൽ. നിലനിൽക്കും സമാധാന നിയമവും നിത്യം. കാണുന്നു ഞാൻ സുരയ്ക്കുമവൻ കോപം ക്ഷണനേരം മാത്രം. നിലനിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. വസിക്കയിലും നിലവിളിരാവിലും കൂടെ ഉദിക്കുമേ ഉഷസതിലാനന്ദഘോഷം. കാണുന്നു ഞാൻ എഴുതിടാതവനെന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൽ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വമുണ്ടാകുമെന്നുമാമേ. കാണുന്നു ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഞങ്ങളുടെയും വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ നൽകുന്ന ദൈവമേ, അതാ ഒരിക്കൽ കൂടെ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൻ്റെ ആരംഭം ദൈവം ഞങ്ങൾ കാണിച്ചെന്ന കൃപയെ ഓർത്ത് ഞങ്ങളുടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെക്കാൾ ദൈവം അനേകരെ ശ്രേഷ്ഠരായവരെ ദൈവമേ, നല്ലവരായ വ്യക്തികൾ ഈ ലോകത്തിൽ നിന്ന് പലരും മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവം ഞങ്ങൾക്കുള്ളവരെയും ഭൂമിയുടെ പരപ്പിൽ നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഈ സമയം ദൈവമേ ഞങ്ങളുടെ ശബദാരാധനയും അതുപോലെ തന്നെ ശബത്ത് സ്കൂളിനെയും ദൈവത്തിൻ്റെ സമർപ്പിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഇടങ്ങളിൽ ദൈവമേ രോഗത്തിലായിരിക്കുന്നവരുണ്ട്, ദുരിതങ്ങളിലായിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയും ദൈവമേ അങ്ങ് ആശ്വാസദായകനായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രത്യേകം ദൈവമേ ഇന്ന് പാഠം പഠിപ്പിക്കാൻ പോകുന്ന പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെപ്പറ്റി സുതാര്യമായ രീതിയിൽ പറഞ്ഞ് അത് എല്ലാവർക്കും ദൈവം മനസ്സിലാക്കത്തക്കണം, അത് ഗ്രഹിക്കുവാൻ ഓരോ വ്യക്തികളും ദൈവം ഒരുക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചോദിച്ചത് കുറവാണെങ്കിലും ഞങ്ങളെ വലിയ നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ക്രിസ്തു യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കുറവുകൾക്ക് നമ്മൾ സ്വർഗ്ഗത്തിലെ ദൈവമേ, ആമേൻ. എല്ലാവർക്കും ഒരു ശബദദിനം നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലവാചകം എന്ന് പറയുന്നത് ഒരു വിത്തിൻ്റെ ശക്തി എന്നാണ്. ഇത് നമ്മളെ എഴുതി അറിയിക്കുന്നത് മെക്സിക്കോയിൽ നിന്നും ഫ്ലോറൻസിയോ വാസ്കസ് എന്ന് പറഞ്ഞ ആളാണ്. മെക്സിക്കോയിലുള്ള തൻ്റെ വല്യമ്മച്ചിയുടെ തോട്ടത്തിൽ 4 വയസ്സുള്ളപ്പോൾ വാസ്കസ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവനും അവൻ്റെ 2 മൂത്ത സഹോദരന്മാരോടൊപ്പമായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ അയൽവാസിയായ അന്റോണിയോ, 7 വയസ്സുകാരനായ അന്റോണിയോവും ഉണ്ടായിരുന്നു. ഇവർ അവക്കാഡോ, കൊക്കോ തുടങ്ങിയ പല ചെടികളും നട്ടുപിടിപ്പിക്കുകയും അതൊക്കെ പരിപാലിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം ഫ്ലോറൻസിയോ അന്റോണിയോൻ്റെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുകയാണ്. അന്റോണിയോ ശനിയാഴ്ചകളിൽ ജോലി ചെയ്തിരുന്നില്ല. അവൻ ശനിയാഴ്ചകളിൽ ശമ്പളവും മേടിച്ചിരുന്നില്ല. വൈകുന്നേരങ്ങളിലായിരുന്നു അവൻ വന്ന് ശമ്പളം മേടിക്കുന്നുണ്ടായിരുന്നത്. ഇത് ഫ്ലോറൻസിയോ ശ്രദ്ധിക്കുകയുണ്ടായി.
ഫ്ലോറൻസിയോ ഇത് അവനോട് ചോദിക്കുകയും ഉണ്ടായി. അന്റോണിയോ എന്തുകൊണ്ടാണ് ശനിയാഴ്ച ജോലി ചെയ്യാത്തത് എന്നൊരു കാര്യം ഫ്ലോറൻസിയോ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പോൾ അന്റോണിയോ പറഞ്ഞത്, ഞാൻ ദൈവപുസ്തകം വായിച്ചിട്ടുണ്ട് എന്നും അതിൽ ദൈവം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ശനിയാഴ്ച അവൻ്റെ ദിവസമാണെന്നും അന്ന് വേല ചെയ്യാതെ ദൈവപുസ്തകത്തിൽ വായിച്ചും അതേപോലെ ദൈവത്തിനോട് അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അന്റോണിയോ ഫ്ലോറൻസിയോനോട് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അന്റോണിയോയും ഫ്ലോറൻസിയയും ഒരു മധുരപാനീയം കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് ഫ്ലോറൻസിയോനോട് അന്റോണിയോ തൻ്റെ പള്ളിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഫ്ലോറൻസിയോ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ അന്റോണിയോ പറഞ്ഞു, അവിടെ ഞങ്ങൾക്ക് കുട്ടികൾക്കായി ഒരു പ്രത്യേക ശുശ്രൂഷ ഉണ്ടെന്ന്, അതേപോലെ അവിടെ നിനക്ക് മറ്റുള്ള പുതിയ കൂട്ടുകാരെയും ഉണ്ടാക്കാം എന്നും അന്റോണിയോ പറഞ്ഞു. ഇത് കേട്ടതോടെ ഫ്ലോറൻസിയോയ്ക്ക് സമ്മതമായി. കാരണം അവനറിയാം തൻ്റെ കൂട്ടുകാരൻ ഒരു ദൈവത്തിനോട് അടുത്തിട്ടുള്ള നല്ല ദൈവപുസ്തകമെല്ലാം വായിച്ചിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടുകാരനാണെന്നും അതേപോലെ നല്ല മര്യാദയും ദയവുമുള്ളവനാണെന്നും ഫ്ലോറൻസിയോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പോകാൻ തീരുമാനിച്ചു. എന്നാൽ അവൻ്റെ പള്ളിയിൽ അവന് പോകാൻ സാധിച്ചില്ല. കാരണം അവൻ്റെ വല്യമ്മച്ചി മറ്റൊരു ക്രിസ്ത്യൻ സഭ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അവർക്ക് സെവന്ത് ഡേക്കാർ ഇഷ്ടവുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഫ്ലോറൻസിയോയ്ക്ക് അന്റോണിയോൻ്റെ പള്ളിയിൽ പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഫ്ലോറൻസിയോയുടെ വല്യമ്മച്ചി ചന്തയിൽ പഴങ്ങൾ വിൽക്കാൻ ഒരു ശനിയാഴ്ച പോയി. ആ സമയത്ത് ഫ്ലോറൻസിയോ അന്റോണിയോടൊപ്പം അവൻ്റെ പള്ളിയിൽ പോയി. എന്നാൽ തിരികെ വരാൻ നേരത്ത് അവൻ്റെ മുത്തശ്ശി വീട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു. അവർ വളരെ ദേഷ്യത്തിലായിരുന്നു. അവർ അന്റോണിയോനെയും ഫ്ലോറൻസിയോനെ നല്ല ചീത്ത പറഞ്ഞു. ഫ്ലോറൻസിയോനോട് പറഞ്ഞു, എനിക്ക് ആ പള്ളിയിൽ നീ പോകുന്നത് ഇഷ്ടമല്ല, നീ അങ്ങോട്ട് പോകരുത്, നീ അങ്ങോട്ട് പോവാതിരുന്നാൽ നിനക്ക് ഞാൻ ബിയർ വാങ്ങിച്ചു തരാം എന്ന് അവൻ്റെ മുത്തശ്ശി അവനോട് പറഞ്ഞു. എന്നാൽ അതിലൊന്നും ഫ്ലോറൻസിയോനെ തളർത്താൻ സാധിച്ചില്ല. ഫ്ലോറൻസിയോ അന്റോണിയും വീണ്ടും പോയിക്കൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ അത് അവർ തുടർന്നുകൊണ്ട് തന്നെയായിരുന്നു. അവർ ശനിയാഴ്ചകളിൽ അവൻ്റെ മുത്തശ്ശി പഴങ്ങൾ വിൽക്കുവാൻ ചന്തയിൽ പോകുന്ന സമയം നോക്കി അവർ പള്ളിയിൽ പോയി. ഇതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു 2 വർഷത്തിന് ശേഷം അന്റോണിയോ മറ്റൊരു പട്ടണത്തിലേക്ക് അവൻ്റെ കുടുംബസമേതം വീട് മാറുകയാണ്. അതോടെ ഫ്ലോറൻസിയോയുടെ പള്ളിയിലേക്കുള്ള വരവ് കുറഞ്ഞു തുടങ്ങി. അവൻ പള്ളിയിൽ വരാതായി, അവൻ പള്ളിയിലേക്ക് അടുക്കാതായി. അങ്ങനെ അവൻ മറ്റ് പല ശീലങ്ങൾക്ക് അടിമയായി. ഭയങ്കര മദ്യപാനിയായി, അതേപോലെ ലഹരിക്ക് അടിമയായി. അങ്ങനെ വളരെ മോശമായ ആരോഗ്യശീലങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അവൻ തുടർന്നു. അവനൊരു പൂർണ്ണമായും ലഹരിക്കും മദ്യത്തിനും അടിമയായി. എന്നാൽ ഇത് അവന് വല്ലാതെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. കാരണം ഇവൻ ഇങ്ങനെയല്ലായിരുന്നു ഇരുന്നത്. അപ്പോൾ അവൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ദയവായി ഇതിൽ നിന്നൊരു സൗഖ്യമാക്കണമേ, എനിക്ക് നല്ലൊരു ജീവിതം തരണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിക്കാൻ കാരണം അന്റോണിയോ ആ തോട്ടത്തിൽ വെച്ച് അവൻ്റെ മനസ്സിൽ പാകിയ വിത്താണ്, ദൈവത്തിൻ്റെ വിത്ത്. അത് അവൻ്റെ മനസ്സിൽ വളർന്നു. അവനങ്ങനെ ദൈവത്തിനോട് തുടർന്ന് 1 വർഷത്തോളം അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പെട്ടെന്ന് അവൻ ഇതിൽ നിന്ന് വിമുക്തനായി. അവൻ മദ്യപാനത്തിനും അതേപോലെ ലഹരിയിൽ നിന്നും വിട്ടുമാറി. അവൻ ഒരു നല്ല മനുഷ്യനായി. ഇന്ന് ഫ്ലോറൻസിയോയ്ക്ക് 61 വയസ്സുണ്ട്. അവൻ്റെ സാക്ഷ്യം അവൻ മറ്റുള്ളവരോട് പങ്കുവെച്ചും അവൻ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ദൈവപുസ്തകം പഠിച്ചും ഏകദേശം 20 പേരോളം യേശുവിന് അവരുടെ ഹൃദയങ്ങളെ നൽകി. അവർ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് വിശ്വാസികളായി. ഫ്ലോറൻസിയോയ്ക്ക് ഇങ്ങനൊരു മനമാറ്റം ഉണ്ടായത് അന്റോണിയോ കാരണമാണ്. അന്റോണിയോ അവന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഓർത്തിട്ടാണ് അവൻ ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായതും അവൻ്റെ ലഹരിയിൽ നിന്നും അതുപോലെ മദ്യത്തിൽ നിന്നും വിമുക്തമായത് അന്റോണിയോ കാരണം കൊണ്ടാണ്. അന്റോണിയോ പറഞ്ഞ ആ വാക്കുകൾ കാരണം കൊണ്ടാണ്. അവൻ എപ്പോഴും പറയും, ഫ്ലോറൻസിയോ എപ്പോഴും പറയും, നമുക്കൊരു ശക്തനായ ദൈവമുണ്ട്. എനിക്ക് അവൻ്റെ ശക്തി വിവരിക്കാനായില്ല, എന്നാൽ അതെൻ്റെ ജീവിതത്തെ മാറ്റി. നന്ദി. ഹൃദയം നുറുങ്ങും വേദനയോടെ യേശുവേ നിൻ മുഖം നോക്കി നിന്നു. ക്രൂശിൽ നീയേറ്റ നൊമ്പരങ്ങൾ എന്നുള്ളിൽ തെളിഞ്ഞു നിന്നു. ഹൃദയം നുറുങ്ങും വേദനയോടെ
യേശുവേ നിൻമുഖം നോക്കി നിന്നു ക്രൂശിൽ നീയേറ്റ നൊമ്പരങ്ങൾ എന്നുള്ളിൽ തെളിഞ്ഞു നിന്നു. വഴിയും സത്യവും ജീവനുമായുള്ള ത്രിയേക ദൈവമേ, അടിയനിൽ കൃപ തോന്നി കരുതിയിടണേ, അടിയനിൽ കൃപ തോന്നി കരുതിയിടണേ. നിന്മാറിലൂടൊഴുകും ഈ രക്തത്തുള്ളികളെ, നിന്മാറിലൂടൊഴുകും ഈ രക്തത്തുള്ളികളെ എൻ കണ്ണുനീർ കൊണ്ടു നാഥാ ഞാൻ തുടച്ചിടട്ടെയോ, എൻ കണ്ണുനീർ കൊണ്ടു നാഥാ ഞാൻ തുടച്ചിടട്ടെയോ. വഴിയും സത്യവും ജീവനുമായുള്ള ത്രിയേക ദൈവമേ, അടിയനിൽ കൃപ തോന്നി കരുതിയിടണേ, അടിയനിൽ കൃപ തോന്നി കരുതിയിടണേ. തൻ പ്രാണനെ നൽകി എൻ പാപം നീക്കിടുവാൻ, തൻ പ്രാണനെ നൽകി എൻ പാപം നീക്കിടുവാൻ, നിൻ മുന്നിൽ നിൽക്കുവാനിന്ന് എന്നെ നീ യോഗ്യയാക്കൂ, നിൻ മുന്നിൽ നിൽക്കുവാനിന്ന് എന്നെ നീ യോഗ്യയാക്കൂ. ഹൃദയം നുറുങ്ങും വേദനയോടെ യേശുവേ നിൻമുഖം നോക്കി നിന്നു ക്രൂശിൽ നീയേറ്റ നൊമ്പരങ്ങൾ എന്നുള്ളിൽ തെളിഞ്ഞു നിന്നു. ഹൃദയം നുറുങ്ങും വേദനയോടെ യേശുവേ നിൻമുഖം നോക്കി നിന്നു ക്രൂശിൽ നീയേറ്റ നൊമ്പരങ്ങൾ എന്നുള്ളിൽ തെളിഞ്ഞു നിന്നു. വഴിയും സത്യവും ജീവനുമായുള്ള ത്രിയേക ദൈവമേ, അടിയനിൽ കൃപ തോന്നി കരുതിയിടണേ, അടിയനിൽ കൃപ തോന്നി കരുതിയിടണേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഞാൻ ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് 12ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ തലവാചകം ഉടമ്പടി വിശ്വാസം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ ഉടമ്പടിയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സീനായി ഉടമ്പടിയെക്കുറിച്ച്, ഉടമ്പടി നിയമത്തെക്കുറിച്ച്, ഉടമ്പടി അടയാളത്തെക്കുറിച്ച്, പുതിയ ഉടമ്പടിയെക്കുറിച്ചും ഉടമ്പടിയിലെ വിശുദ്ധ മന്ദിര ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെയും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഉടമ്പടി വിശ്വാസം എന്നുള്ളതായ പാഠത്തെക്കുറിച്ചാണ്.
ഈ കഴിഞ്ഞ നാളുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വേദപുസ്തകത്തിൽ ദൈവം ചെയ്തിട്ടുള്ളതായ ഓരോ ഉടമ്പടിയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുകയുണ്ടായി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഉടമ്പടിയിലെ 3 പ്രധാനപ്പെട്ടതായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമ്മളോട് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അതിലെ പ്രധാന ഘടകം എന്നുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതിൽ അടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷണീയ പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഉടമ്പടികളിലൊക്കെയും വെളിപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചു പോരുകയായിരുന്നു. ഇന്നത്തെ പാഠം ഉടമ്പടി വിശ്വാസം എന്നുള്ള പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നതു സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമേ സ്നേഹിക്കുന്ന നല്ല കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഈ പാഠത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഉടമ്പടി വിശ്വാസത്തെക്കുറിച്ച് അടിയങ്ങൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ഈ പാഠത്തിൽ അടങ്ങിയിരിക്കുന്നതായ ദൈവിക മർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ പാഠങ്ങളൊക്കെയും പഠിക്കുമ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് ഇന്ന് ഉടമ്പടിയെക്കുറിച്ച് വളരെ വ്യക്തമായി അടിയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പിതാവേ. ആ ഉടമ്പടി ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചും ആ ഉടമ്പടി എങ്ങനെ കാത്തുപരിപാലിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഉടമ്പടി വിശ്വാസം എന്നുള്ളതായ പാഠം പഠിക്കുമ്പോൾ നാഥ അതിൽ മറഞ്ഞിരിക്കുന്നതായ മർമ്മങ്ങളെ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാക്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. കേൾക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരിലും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഉടമ്പടിയിലെ വിശുദ്ധ മന്ദിരം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതായ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിഴലായി ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തതായ സമാഗമന കൂടാര ശുശ്രൂഷ അല്ലെങ്കിൽ വിശുദ്ധ മന്ദിര ശുശ്രൂഷയിലെ ഓരോ ശുശ്രൂഷയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ നിഴലായിട്ട് നിലകൊണ്ടതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമായി നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പകരക്കാരനായി ഈ ഭൂമിയിൽ കടന്നു വന്ന് ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് ഏകയാഗമായി തീർന്നതിനെക്കുറിച്ചും അതിലൂടെ ഈ മാനവകുലത്തെ മുഴുവനും വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും അതിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ നൽകുന്നതിനെക്കുറിച്ചും അതിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീതി നൽകുന്നതിനെക്കുറിച്ചുമൊക്കെയും നമ്മൾ വ്യക്തമായി ചിന്തിക്കുകയും അത് പൂർത്തീകരിച്ചതായ ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്നും ദൈവം അല്ലെങ്കിൽ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്ന് ഇന്ന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപാകെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ മധ്യസ്ഥ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത് ഉടമ്പടി വിശ്വാസം എന്നുള്ളതായ പാഠത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം തൻ്റെ ജീവിത കാലഘട്ടം മുഴുവനും ഒരു യാത്ര പോലെയാണ് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതായത് സ്വർഗീയമായിരിക്കുന്ന ആ നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ദൈവ പൈതൽ ജീവിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ നിത്യത അവകാശമാക്കുവാൻ വേണ്ടി ആ നിത്യതയിലേക്കുള്ളതായ നമ്മുടെ യാത്രയാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ കഷ്ടതകൾ, നമ്മൾ അനുഭവിക്കുന്നതായ നിന്ദകൾ, നമ്മൾ അനുഭവിക്കുന്നതായ പീഡനങ്ങളൊക്കെയും ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്നും വേദപുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നതാണ് എന്നും അതിൻ്റെ പരിണിത ഫലമായിട്ട് മരണം ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ദുഃഖവും വേദനയും ഒക്കെയും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് എന്നും ആ യാത്ര മധ്യേ നമ്മൾ ഈ വിധത്തിലുള്ള കഷ്ടങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെയും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരു തത്വചിന്തകൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പ്രതിപാദിക്കുന്നത്. അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പിയാനോ പോലെയാണ്. അതായത് ആ പിയാനോയിലുള്ളതായ കറുത്ത കട്ടകളും വെളുത്ത കട്ടകളും ചേരുമ്പോഴാണ് മനോഹരമായ സംഗീതമുണ്ടാകുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖകരമായ ചില സാഹചര്യത്തിലൂടെയും അതുപോലെ സന്തോഷകരമായ ചില സാഹചര്യത്തിലൂടെയും അതുപോലെ നന്മ അനുഭവിക്കുന്ന ചില സാഹചര്യത്തിലൂടെയും ചില സാഹചര്യത്തിൽ തിന്മയല്ല കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെയും കടന്നു പോകണം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സന്തുലിത അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ പിറകോട്ട് തിരിഞ്ഞൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പല സാഹചര്യത്തിലും നമുക്ക് നേടുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ശക്തിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവം നമ്മളെ സഹായിച്ചത് കൊണ്ടോ ആണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമല്ല എന്ന് തോന്നുന്നതായ കാര്യങ്ങളൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ നിമിഷവും നമ്മളുടെ ആയുസ് നമ്മളിൽ നിലനിർത്തുന്നത് നമ്മളുടെ കഴിവുകൾ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെയുള്ളതായ കഷ്ടതയുടെയും അതുപോലെ തന്നെ നന്മയുടെയും അവസ്ഥയിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ചല്ല, ജീവിതയാത്രയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഒരു കയറ്റമുണ്ട് എങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ സന്തോഷം അനുഭവിച്ചാൽ ആ മനുഷ്യൻ ഒരു സങ്കടം അനുഭവിക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് സന്തോഷവും സങ്കടവും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയും നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളിലൊക്കെയും ദൈവം ഒരുത്തൻ മാത്രമാണ് നമ്മളെ കരുതുന്നതും വഴി നടത്തുന്നതും എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇന്നത്തെ പാഠത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്രമാത്രം അത്ഭുതകരമായി നമ്മളെ കരുതി എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചമാണ് അല്ലെങ്കിൽ ഒരു അറിവാണ് ഇന്ന് പകർന്നു നൽകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത് ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് തന്നെയാണ്. എന്നാൽ ഈ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്നതിന് വേണ്ടി നമ്മളിൽ ഉണ്ടാകേണ്ടതായ വിശ്വാസം എന്ന കാര്യത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായി പറയുന്നത്. നമ്മളിന്ന് വായിച്ചതായ മനപ്പാഠ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചതായ ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ആണ് സ്പഷ്ടം, എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല, പക്ഷേ വിശ്വാസത്താൽ ആ മനുഷ്യൻ നീതിമാനായി നിലകൊള്ളുന്നു. എങ്ങനെയാണ് ഇപ്രകാരമുള്ളതായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്നുള്ളതിനെ ചിന്തിക്കുക. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെയും ചിന്തിച്ചു. ഒരു 4-5 പാഠങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചതായ ഒരു കാര്യം, അതായത് രക്ഷണ്യ പദ്ധതിയിലെ 3 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ക്രൂശിൽ മരിച്ച് നമ്മളെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കുന്നതിലൂടെ അല്ല രക്ഷിക്കുന്നതിലൂടെ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു നമ്മളെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ അനുസരണം, ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ളതായ മനസ്സ് കാണിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുന്നതിലൂടെയൊക്കെയും നമ്മൾ നീതീകരിച്ചതിന് ശേഷമുള്ളതായ വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ ശബദുകളെ കാത്തുപരിപാലിക്കുമ്പോൾ ദൈവം നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി കഴിഞ്ഞ പാഠങ്ങളിൽ നിന്നൊക്കെയും മനസ്സിലാക്കി. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇനിയുള്ള രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു ക്രൂശു മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി മഹത്വീകരണത്തിൻ്റെ ആ ഒരു പ്രക്രിയയിലേക്ക് കടന്നു പോയതുപോലെ തന്നെ മനുഷ്യനെയും മഹത്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചു. അപ്പം നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്.
അതിൽ നീതീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിലൂടെ ഒരു ജനവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്നാൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നീതിയിൽ കണക്കിടുന്നത്, അവൻ നീതിമാൻ എന്ന് കണക്കിടുന്നത് വിശ്വാസത്താലാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ 3-ാം ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദേഹിക്ക് മറുവിലയായി ദൈവത്തോട് തുല്യനായവൻ വേണം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ആ അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മുടെ വിശ്വാസ ജീവിതത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ എപ്രകാരം സ്വാധീനിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നു. അല്ലെങ്കിൽ എന്താണ് അബ്രഹാമിൻ്റെ വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവം നമ്മുടെ മേൽ കണക്കിട്ടതായ നീതി അല്ലെങ്കിൽ ദൈവം നമ്മുടെ മേൽ കണക്കിട്ടതായ അല്ലെങ്കിൽ വെച്ചിരിക്കുന്നതായ നിക്ഷേപം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും നമ്മളിന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. അതുമാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ളതായ വാഗ്ദത്തങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ക്രൂശിൽ നമുക്ക് നൽകുന്നതായ പ്രത്യാശകളെക്കുറിച്ചുമൊക്കെയുമാണ് നമ്മളിന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. കാൽവറിയിലെ പ്രതിഫലം എന്നുള്ളതായ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നതായ പ്രധാനപ്പെട്ടതായ ആശയം എന്ന് പറയുന്നത്, നമ്മളവിടെ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഇതൊക്കെയും നമ്മൾ പഠിച്ചതാണ്, അതിനെക്കുറിച്ചൊക്കെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. കഴിഞ്ഞ പാഠത്തിൽ പോലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തു വീണ്ടെടുക്കുന്നു, അത് ദൈവത്തിൻ്റെ ദാനമാണ്, നീതീകരിക്കുന്നു, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വളരെ വ്യക്തമായി കാണുവാൻ തക്കോണം സാധിക്കുന്നു. ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെ ഓരോരുത്തരെയും ദൈവം എന്ത് ചെയ്യുന്നു, അവിടെ വീണ്ടെടുക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെയും വളരെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്നതായ പാഠങ്ങളൊക്കെയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുക. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ഞാനൊന്ന് പറയുകയാണ്. പഴയ ഉടമ്പടിയിൽ സംഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നതായ ശുശ്രൂഷകൾ മാത്രമായിരുന്നു. ആ ശുശ്രൂഷകളൊക്കെയും പൂർത്തീകരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലായിരുന്നു എന്നും ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വ്യക്തമായി നമ്മുടെ മനസ്സിലേക്ക് ഈ ആശയം കടന്നു വരണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. വേദപുസ്തകത്തിൽ പഴയ നിയമ പുസ്തകം എന്ന് പറഞ്ഞും പുതിയ നിയമ പുസ്തകം എന്നും പറഞ്ഞും 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടിയുള്ളതായ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമ പുസ്തകം എന്നാണ്. ഇംഗ്ലീഷിൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്നും പഴയ നിയമത്തിന് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമാക്കുവാൻ വേണ്ടി പഴയ നിയമം പുതിയ നിയമം പുസ്തകങ്ങൾ എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൻ്റെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ പഴയ സാക്ഷ്യങ്ങളെന്നും പുതിയ സാക്ഷ്യങ്ങളെന്നും വരും. കുറച്ചുകൂടി വ്യക്തമാക്കുവാൻ വേണ്ടി, അതായത് പണ്ട് സംഭവിച്ചതായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നതായ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളാണ് പഴയ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങൾ. എന്നാൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെയും സംഭവിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും പ്രതിപാദിക്കുന്നതായ വിഷയങ്ങളുള്ളതായ ഒരു പുസ്തകങ്ങളുടെ കൂട്ടമാണ് പുതിയ നിയമ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുതിയ സാക്ഷ്യങ്ങൾ എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതായത് ഉടമ്പടിയിൽ കാണപ്പെടുന്നത് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന് വേർതിരിച്ച് പറയുന്നതായ ഈ കാര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നിഴലായിട്ടുണ്ടായിരുന്നതായ എല്ലാ ശുശ്രൂഷകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ പൂർത്തീകരിച്ചതോടുകൂടി അത് പൂർണ്ണമാക്കപ്പെട്ടു. ഇനി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
മഹാപുരോഹിത ശുശ്രൂഷ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, സമാഗമന കൂടാര ശുശ്രൂഷയെ എപ്രകാരമാണ് ഇസ്രായേൽ മക്കൾ അതിനെ ഏത് മനോഭാവത്തോടു കൂടിയാണ് ഇസ്രായേൽ മക്കൾ അതിനെ ആചരിച്ചിരുന്നത് അല്ലെങ്കിൽ അത് അനുഷ്ഠിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ എല്ലാവരുടെയും, അതായത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഭാവനയിലേക്ക് ആ സമാഗമന കൂടാര ശുശ്രൂഷ അല്ല വിശുദ്ധ മന്ദിര ശുശ്രൂഷയിലേക്ക് ഒരു പാപിയായ മനുഷ്യൻ പാപയാഗം കഴിക്കുവാൻ വേണ്ടി പോകുന്നതായ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഭാവനയിലേക്ക് കൊണ്ടുവരിക. അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്തു, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ളതായ ഒരു മനുഷ്യൻ പാപം ചെയ്തു. ആ മനുഷ്യൻ്റെ പാപത്തിന് തക്കതായ പാപപരിഹാര യാഗം കഴിക്കണം, അല്ലെ പാപയാഗം കഴിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ പാപത്തിന് തക്കതായ ഒരു യാഗവസ്തുവുമായി ഈ മനുഷ്യൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് അവിടെ ഈ യാഗത്തെ അറുക്കണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഇവിടെ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുപോകേണ്ടത് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ താൻ താമസിക്കുന്നതായ കൂടാരത്തിൽ നിന്നും താൻ ചെയ്തതായ പാപത്തിൻ്റെ യാഗം കഴിക്കുവാൻ വേണ്ടി യാഗവസ്തുവുമായി ഇറങ്ങുന്നതായി ഈ മനുഷ്യനിൽ അതിയായ വിശ്വാസമുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ തൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങി ഒരു സമൂഹത്തിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്താണ് തൻ്റെ ലക്ഷ്യസ്ഥാനമായ സമാഗമന കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സമൂഹത്തിലൂടെ യാത്ര അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ആ മനുഷ്യൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വളരെ വിശ്വാസത്തോടു കൂടിയാണ്, കാരണം താൻ ചെയ്ത പാപത്തിന് യാഗം കഴിക്കുവാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. എന്നാൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയതായ സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ പല മനുഷ്യരും ആ മനുഷ്യനെ നോക്കിക്കൊണ്ട്, ആ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന യാഗവസ്തുവെ നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ പാപം ചെയ്തു, പാപിയാണ്, അതുകൊണ്ട് ഈ മനുഷ്യൻ യാഗം കഴിക്കുവാൻ പോകുന്നു. അതിനുശേഷം ആ മനുഷ്യൻ്റെ കയ്യിലുള്ളതായ യാഗവസ്തു ഏതാണ് എന്ന് നോക്കിയിട്ട് ആ മനുഷ്യൻ ചെയ്ത പാപം ഇന്നതാണ് അല്ലെങ്കിൽ ഇതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും പരസ്പരം പിറുപിറുക്കുകയും ആ രീതിയിൽ ആ മനുഷ്യനെ നോക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാപിയായ മനുഷ്യൻ യാഗമൃഗവുമായി നടന്നു പോകുന്നതായ മനുഷ്യനുണ്ടാകുന്നതായ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. തീർച്ചയായിട്ടും അവനൊരു നാണക്കേടിലായിരിക്കും, അല്ലേ? അവന് തലകുനിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സമൂഹത്തിൻ്റെ ഇടയിലൂടെ നടന്ന് ഈ സമാഗമന കൂടാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ തലകുനിച്ച് ഈ സമൂഹത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്നതായ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ ദേവാലയത്തിൽ ചെന്നു യാഗം കഴിച്ചതിന് ശേഷം പിന്നീട് ആ മനുഷ്യൻ തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും? ഇതേ സമൂഹത്തിൻ്റെ ഇടയിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അവിടെ സമൂഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതല്ല. ആ പാപിയായ മനുഷ്യൻ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. പക്ഷേ സമൂഹത്തിലൂടെ കടന്ന് സഞ്ചരിച്ച് ദേവാലയത്തിൽ ചെന്നതിന് ശേഷം മടങ്ങി വരുമ്പോൾ അവൻ്റെ മനോഭാവത്തിന് ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. എന്താണ് എന്ന് വളരെ വ്യക്തമായി പറയാം. കാലക്രമേണ ആ വ്യത്യാസം യഹൂദരുടെയും ഇസ്രായേൽ മക്കളുടെയും ഇടയിൽ അത് അവരുടെ ഒരു ആചാരമായി മാറിയതിൻ്റെ കാരണമായി മാറി. അതായത് ഈ മനുഷ്യൻ അവിടെ ചെന്ന് യാഗം കഴിച്ചു കഴിയുമ്പോൾ അവൻ ആ യാഗം കഴിക്കുമ്പോഴും ഈ സമൂഹത്തിൻ്റെ മധ്യേ നടന്നു പോകുമ്പോഴും അവൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ മുൻപിൽ എനിക്ക് തലയുയർത്തി നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ വിശ്വാസം മാറി. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? യാഗം കഴിച്ച് മടങ്ങി വരുന്നതായ സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ തലയുയർത്തി നടക്കണമെന്ന് ചിന്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയും മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയും മാത്രമായി മാറി ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യാഗകർമ്മങ്ങൾ എന്നുള്ളതാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായ ഒരു യാഗകർമ്മമായി മാറി ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ളതായ യാഗം. അവരുടെ വിശ്വാസമാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിലും ഇവർ ചെയ്യുന്നതായ ഈ യാഗത്തിൽ അവരുടെ മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് തലയുയർത്തി പിടിച്ചുകൊണ്ട് ജീവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് ബോധിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇതാണ് ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നത്. പക്ഷേ എല്ലാവരിലും തന്നെ, അതായത്
വിശുദ്ധ മന്ദിരത്തിലേക്ക് ഈ യാഗം കഴിക്കുവാൻ പോകുന്ന എല്ലാവരിലും തന്നെ ഈ ഒരു മനോഭാവം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതേ മനോഭാവം തന്നെയാണ്, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അല്ലെ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി എന്നുള്ള മനോഭാവമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ കപടഭക്തിക്കാരാണ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഭക്തി എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ഭക്തിയല്ല. നിങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി കപടമായാണ് ഈ യാഗാദി കർമ്മങ്ങൾ കഴിക്കുന്നത്. ഞാൻ എന്തുദ്ദേശത്തോടു കൂടിയാണോ നിങ്ങൾക്ക് ഈ യാഗാദി കർമ്മങ്ങളൊക്കെയും നൽകിയത്, എന്താണോ ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്, അതൊന്നുമല്ല നിങ്ങളുടെ യാഗാദി കർമ്മങ്ങളിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിത് വെറും ഒരു പ്രഹസനം പോലെ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതായ കർമ്മമായി മാറി. നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുള്ളതായ സത്യം ദൈവം പലപ്പോഴും ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു ആയിരുന്ന സമയത്ത് വിളിച്ചു പറയുകയും തൻ്റെ പ്രവാചകന്മാരിലൂടെ അവരോട് പറയുകയും ചെയ്തു. അതുതന്നെയാണ് ഇരമ്യാ പ്രവാചകനും യെശയ്യാ പ്രവാചകനും അന്നുണ്ടായിരുന്നതായ മറ്റു പ്രവാചകന്മാരും എല്ലാം എന്ത് ചെയ്തേ ആവർത്തിച്ച് ഈ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഇത് വെറും പ്രഹസനം മാത്രമാണ്, നിങ്ങൾ ചെയ്യുന്നത് ഇത് വെറും ഒരു കപടത മാത്രമാണ്, ഇത് വിശ്വസ്തയോടെ ചെയ്യേണ്ടതായ ശുശ്രൂഷയാണ്, ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ടതായ ശുശ്രൂഷയാണ് എന്ന് വളരെ വ്യക്തമായി ഊന്നി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ അല്ലെങ്കിൽ ആ കാൽവറിയിൽ ദൈവം നൽകിയതായ പ്രതിഫലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്തമായിരുന്നു. അത് ഈ യാഗങ്ങളുടെ പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൊരുളായിരുന്നു, നിഴലായിരുന്നതിൻ്റെ പൊരുളായിരുന്നു. അതിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ എല്ലാവരെയും വീണ്ടെടുത്തിരിക്കുകയാണ്, നമ്മളെ എല്ലാവരെയും നീതീകരിച്ചിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. തുടർന്ന് ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നോ നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെയും ചിന്തിക്കുന്നതായ ഒരു സത്യമെന്ന് പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ ഈ അടിമത്വമൊക്കെയും നിലനിന്നതായിരുന്ന കാലഘട്ടത്തിൽ ഒരു അടിമത്തത്തിൽ കിടക്കുന്നതായ ഒരു മനുഷ്യനെ തൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ തൻ്റെ സ്വന്തക്കാരാരെങ്കിലും പണം കൊടുത്ത് വാങ്ങുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പണം കൊടുത്ത് അവനെ തിരിച്ച് ആ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ഈ പാപത്തിലായിരിക്കുന്ന, പാപമംഗലമായിരിക്കുന്ന ലോകത്തിൽ ഈ പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യനെ, അല്ലെങ്കിൽ ഈ പിശാചിന് അടിമകളായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ ജീവൻ കൊടുത്ത്, ആ ജീവൻ മറുവിലയായി കൊടുത്ത് നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായ സത്യം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ ഈ ലോകത്തിൽ മറ്റാർക്കും ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമായ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നതായ ശുശ്രൂഷയിലൂടെ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പാപത്തിൽ നിന്നും, നമ്മളെ മരണത്തിൽ നിന്നും, അതായത് പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഓരോരുത്തരേക്കും നിത്യതയ്ക്കു വേണ്ടി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ ഓരോരുത്തരെയും അതിനു വേണ്ടി നീതിക്കായി കണക്കിടുകയാണ് ചെയ്യുന്നത് എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉദാഹരണമായ അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് പഠിക്കുവാൻ തക്കോണം സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ ദൈവം ഒരു നീതി ഉള്ളവനായി കണക്കിട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ വീരൻ എന്നും വിശ്വാസികളുടെ പിതാവ് എന്നും വിളിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കി തരുന്നത് നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ പറയുന്നത് അബ്രഹാം
യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് പറയുന്നത്. അവന് നീതിയായി കണക്കിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. നമ്മൾ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതായ ഒരു സത്യമാണ്. അപ്പോൾ ഈ സത്യം അബ്രഹാമിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം അബ്രഹാമിനും കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പാപപങ്കുലമായ ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്, അല്ലെ രക്ഷണീയ പദ്ധതിയുടെ നമുക്ക് രക്ഷ ആവശ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ആവശ്യം എന്നുള്ളതാണ് ഇവിടെ ഊന്നി പറയുന്നതായ കാര്യം. ഇവിടെ പറയുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് പറയുന്നത്. അപ്പം യഹോവയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. യഹോവയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയെ അനുസരിക്കുക എന്നുള്ളതാണ്. യഹോവയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയെ ആശ്രയിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഉടനീളം പഴയ നിയമ പുസ്തകത്തിലും അല്ലെങ്കിൽ പഴയ സാക്ഷ്യ പുസ്തകത്തിലും വളരെ വ്യക്തമായി ഈ വിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അല്ലെ പിതാവായ ദൈവം സമാഗമന കൂടാര ശുശ്രൂഷ കൊടുത്തപ്പോഴും ഉദ്ദേശിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് അവരിൽ വിശ്വാസം ഉണ്ടാകണമെന്നുള്ളതാണ്. അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ വിശ്വാസമാണ് യാഗം കഴിക്കുക എന്നുള്ളത്. ആ വിശ്വാസമാണ് എന്ത് ചെയ്യുന്നത്, അവനെ യാഗം കഴിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? അവൻ ആ യാഗം കഴിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. അവൻ്റെ വിശ്വാസം അവനിൽ നിന്നും പിന്നീട് നഷ്ടമായി പോയി എന്ന് വളരെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശ്വാസമാണ് പഴയ നിയമ കാലഘട്ടത്തിലും ആവശ്യമായിട്ടുണ്ടായിരുന്നതായ കാര്യം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു അവനെ നീതിയായിട്ട് കണക്കിട്ടത് എന്ന് വളരെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടാകണം, നമുക്കെല്ലാവർക്കും ക്രിസ്തുവിൽ വിശ്വാസമുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇനി 2ാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, അത് അവനെ നീതിമാനാക്കി എന്നല്ല, അല്ലെങ്കിൽ അവന് നീതിമാനാകുവാൻ യോഗ്യനുള്ളവനായി മാറി എന്നുള്ളതല്ല. നീതിയായി കണക്കിട്ടു എന്നുള്ളതായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജനിച്ചതാണ്. അതും ഈ പാപപങ്കുലമായ ഈ ഭൂമിയിലാണ് ജനിച്ചത്. അപ്പോൾ ഈ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം പാപം ചെയ്യുവാനുള്ളതായ അല്ലെങ്കിൽ പാപം ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ശരീരത്തിലാണ് ജനിച്ചത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പം ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ വളർത്തപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ സാഹചര്യവും അവസ്ഥയും ഒക്കെ ഉള്ളതുകൊണ്ട് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, എല്ലാവരും പാപികളാണ് എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ഒരു നീതിമാനാകുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവനാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അബ്രഹാമിൻ്റെ ജീവിതത്തിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിലും വിശ്വാസക്കുറവ് മൂലം പല കാര്യങ്ങളും അബ്രഹാം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ പറഞ്ഞ് തൻ്റെ വേലക്കാരിയിൽ ഒരു പുത്രനെ ജനിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം കർത്താവ് അവനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കും, നിൻ്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിനക്കൊരു സന്തതിയെ തരും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ചില സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അബ്രഹാം എന്ത് ചെയ്യുന്നു, ചെറുതായി അവിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രവുമല്ല, അബ്രഹാമിൻ്റെ ജീവിതത്തിലും ബലഹീനതകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നീതിമാനാകുവാൻ തക്കവണ്ണം യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ യോഗ്യതയില്ല.
കാരണം അവൻ പൂർണ്ണനായ ഒരു മനുഷ്യനല്ലായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിൽ പാപം ചെയ്യാതെ പൂർണ്ണനായി ഇരുന്നതായ വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മധ്യേ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നുള്ളത്. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ മധ്യസ്ഥൻ ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു ആണ്. വിശുദ്ധൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മൾ ആരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കേണ്ടതായ ആവശ്യമില്ല, കാരണം അവരെല്ലാം മനുഷ്യരാണ്. നമ്മൾ ആരെയും മധ്യസ്ഥരായി നിലനിർത്തിക്കൊണ്ട് അവരോട് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമില്ല, കാരണം അവരെല്ലാം മനുഷ്യരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ മനുഷ്യനിൽ ജനിച്ചതിൽ പാപം ചെയ്യാതെ മരിച്ചത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണക്കിട്ടു എന്നുള്ളതായ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ഒരു പൂർണ്ണ വിശ്വാസമോ അല്ലെങ്കിൽ ഒരു പൂർണ്ണനായ മനുഷ്യനല്ല. അവൻ്റെ ജീവിതത്തിൽ അനുസരണക്കേട് സംഭവിച്ചിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ചില ബലഹീനമായ അവസ്ഥയിലൂടെ അവൻ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിശ്വാസം ഇല്ലാത്തതായ ചില പ്രവൃത്തികൾ അവൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ടിട്ടുണ്ട്. അവനെ നീതിയായി കണക്കിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അവൻ നീതിമാനാകുന്നില്ല, പക്ഷെ എന്ത് ചെയ്തു? അവനെ കണക്കിട്ടു എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നു. അപ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തിൽ കൂടുതലായി വിശ്വസിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, ദൈവത്തോട് അടുത്തിരിക്കുകയാണ്, ദൈവത്തെ അനുസരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? അത് നമുക്ക് നീതിയായിട്ട് കണക്കിടും എന്നുള്ളതാണ്. നീതിയായിട്ട് കണക്കിടും എന്നുള്ളതാണ്. കണക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പാപത്തിന് അധീനമായ ശരീരത്തിൽ ഇരിക്കെ ദൈവത്തിൻ്റെ ദയ കൊണ്ട്, കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ ദാനം കൊണ്ട് അവനെ നീതിമാനായി കണക്കിടും എന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാമിനെ ദൈവം നീതിമാനായി കണക്കിട്ടതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ വിശ്വാസമോ പൂർണ്ണമായ അനുസരണമോ ഉണ്ടായിരുന്നില്ല. ചില വിശ്വാസക്കുറവും അനുസരണക്കേടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവനിൽ എന്താണ്? ദൈവത്തിലുള്ളതായ ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം കണ്ടു. ആ വിശ്വാസം കണ്ടതുകൊണ്ട് അവനെ എന്ത് ചെയ്തു? നീതിമാനായി കണക്കിട്ടു. അതുകൊണ്ട് എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? അവൻ്റെ ജീവിതത്തിൽ സ്വഭാവ രൂപീകരണം സംഭവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ വിശ്വാസം കൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നത്? നമ്മളെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ നീതിയുള്ളവനായി കണക്കിടുകയാണ് ചെയ്യുന്നത്. നമ്മളെ നീതിമാനാക്കി മാറ്റപ്പെടുകയല്ല ചെയ്യുന്നത്, നമ്മളെ നീതിമാനായി കണക്കിടുകയാണ് ചെയ്യുന്നത്. ഈ കണക്കിട്ടതായ സാഹചര്യത്തിൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവെ അനുസരിക്കുക. നമ്മളുടെ സ്വഭാവം, എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമായ സ്വഭാവമാണ്. പക്ഷേ ആ സ്വഭാവത്തെ നല്ല രീതിയിൽ രൂപീകരിച്ചെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ആ സ്വഭാവ രൂപീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് നമ്മൾ സമയം കണ്ടെത്തണം. ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ചിലരുടെ മനോഭാവത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു നീതിയുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഞാൻ നീതിയുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നാതെ വരുന്നതായ സാഹചര്യത്തിൽ ഞാൻ ദേവാലയത്തിൽ നിന്നും ഓടി ഒളിക്കുന്നതായിട്ടാണ്, അല്ല ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നുണ്ടോ ഞാൻ നീതിയുള്ളതായ ഒരു മനുഷ്യനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവം നിങ്ങളെ നീതിയായി കണക്കിട്ടു എങ്കിലും നിങ്ങൾക്ക് സ്വയം നിങ്ങൾ നീതിയുള്ളവനായി നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തോന്നൽ ശരി തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും പാപത്തിന് അധീനമായ ശരീരത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആ മരണത്തിലൂടെയോ അല്ലെ ക്രിസ്തു നമ്മളെ രക്തം കൊടുത്ത് വീണ്ടെടുക്കുന്നതിലൂടെയോ നമ്മളെ നീതിമാനാക്കപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മളെ നീതീകരിക്കുന്ന ആ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മളെ നീതിയുള്ളവനായി കണക്കിടുക മാത്രമാണ് ചെയ്യുന്നത്.
അത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അതായത് ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യമാണ് ഈ നീതീകരണം എന്നുള്ളത്. നമ്മളിൽ പ്രകടമായി കാണേണ്ട സ്വഭാവം എന്ന് പറയുന്നത് അനുസരണം, വിശുദ്ധീകരണം, പരിശുദ്ധി, സ്നേഹം തുടങ്ങിയവയ്ക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണമാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം വിശ്വാസം മൂലം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അബ്രഹാമിനെ നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും വിശ്വാസം മൂലം നമ്മളെന്താണ് നീതിയായി കണക്കിടുമെന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രകടമായി നമുക്ക് വെളിപ്പെട്ടു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ആ ക്രൂശിൻ്റെ വാക്തത്വവും ആ ക്രൂശിലുള്ള ഉടമ്പടിയും അതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതായ ആ സംഭവത്തോടു കൂടി തന്നെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുകയാണ്. എന്നാൽ നമ്മളാരും ആ വീണ്ടെടുപ്പിന് യോഗ്യരല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വീണ്ടെടുപ്പിനെ നമ്മൾ നീതിയായി കണക്കിട്ടും നമ്മളെ ആ നീതീകരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടത്തിവിടുകയും ചെയ്യുകയാണ്. അത് നീതിയായി നമ്മളെ കണക്കിടുക മാത്രമാണ് ചെയ്യുന്നത്, നമ്മളെ നീതിമാനായി മുദ്രയിടുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ മാറ്റപ്പെടുകയല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മുടെ ജീവിതത്തിലുള്ളതായ നമ്മളുടെ വിശുദ്ധീകരണത്തിലൂടെ, നമ്മളുടെ അനുസരണത്തിലൂടെ, നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിലൂടെ, നമ്മൾ നമ്മുടെ സഹജീവികളോട് കാണിക്കുന്നതായ സ്നേഹത്തിലൂടെയൊക്കെയും എന്തു ചെയ്യുന്നു, നിത്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മഹത്വീകരണം എന്നുള്ളതായ ആ അവസ്ഥ, ആ നിത്യതയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് ഈ പാഠത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ആ വാഗ്ദത്വവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതായ ഉടമ്പടിയും എന്ന് പറയപ്പെടുന്നത് ഈ കാര്യങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ഒരു ജഡവും ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നീതീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ വളരെ വ്യക്തമായി കാണുവാൻ തക്കോണം സാധിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെയാണ് നമ്മളെ നീതീകരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അത് അവന് നീതിയായി കണക്കിട്ടു, അവനെ നീതിമാനായി മാറ്റപ്പെട്ടു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നീതിയായി കണക്കിട്ടു എന്ന് വളരെ വ്യക്തമായി കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. പിന്നീട് അബ്രഹാമിൻ്റെ ജീവിതത്തിലുള്ളതായ അനുസരണത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ളതായ ആശ്രയത്തിലൂടെ, അബ്രഹാമിൻ്റെ ജീവിതത്തിലുള്ളതായ ആ മറ്റുള്ളവരോടുള്ള അവൻ്റെ സ്നേഹത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, അവൻ്റെ ജീവിതം വിശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും എന്താണ് എല്ലാം പൂർത്തീകരിച്ചു എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ, മധ്യസ്ഥനായിട്ടുള്ളതായ ശുശ്രൂഷ അല്ലെങ്കിൽ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഈ പുനഃസ്ഥാപിച്ചതായ ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ ക്രിസ്തേശുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ ദൈവവുമായിട്ട് നാം ചെയ്തിട്ടുള്ളതായ അല്ലെങ്കിൽ ഈ പുനഃസൃഷ്ടിക്കപ്പെട്ടതായ പഴയ ഉടമ്പടിയുടെ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതായ അല്ലെ പഴയ ഉടമ്പടിയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതായ ഈ പുതിയ ഉടമ്പടി നമ്മൾ കാത്തുപരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ അത് അനുസരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ദൗത്യമാണ്. ആ ഉടമ്പടിയിൽ നൽകിയിരിക്കുന്നതായ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്നും അനുസരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ളതായ നമ്മളുടെ വിശ്വാസം, ക്രിസ്തുവിലുള്ളതായ നമ്മളുടെ ആശ്രയമാണ്. ആ വിശ്വാസവും അല്ലെങ്കിൽ ആ ആശ്രയവും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ നീതിയായി കണക്കിടുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ ഒരു പാതയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ആവശ്യമാണ്.
അത് നമ്മൾ സഹജീവികളെ സ്നേഹിക്കുന്നതിലൂടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ, ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ, വിശുദ്ധീകരിക്കുന്നതിലൂടെ ഒക്കെയുമാണ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലൂടെയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമ്മളാരും ന്യായപ്രമാണത്താൽ നീതീകരിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നീ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് നിനക്ക് വിശുദ്ധീകരണത്തിൻ്റെ ഒരു ജീവിതം ആവശ്യമാണ്, ആ തെറ്റിനെ വിട്ട് നീ ശരി ചെയ്യുവാൻ തുടങ്ങുക എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതായ യോഗ്യതയില്ലാത്ത നമ്മളെ ഓരോരുത്തരെയും നീതിയായി കണക്കിട്ടിരിക്കുന്നതായ ഈ അവസ്ഥയിൽ ക്രിസ്തുവിനോടുള്ളതായ പ്രതിബദ്ധത, അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായ നമ്മുടെ പ്രതിബദ്ധത, അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായ നമ്മുടെ വിശ്വസ്തത, വിശ്വാസമൊക്കെയും കാണിക്കുവാൻ തക്കവണ്ണമുള്ളതായ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലൂടെയും ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി നിത്യതയെ അവകാശമാക്കുവാൻ വലിയവനായ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാഠത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി 123 പാട്ട് പാടാം. 1, 2, 3. യേശുവേ അപേക്ഷ കേട്ട് മാറിപ്പോകല്ലേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോൾ എന്നെ തള്ളല്ലേ. യേശുനാഥ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോൾ എന്നെ തള്ളല്ലേ. നിൻ കൃപാസനെ ആശ്വാസം നൽകിടണമേ, എൻ വിശ്വാസക്കേട് നീക്കി മാപ്പു നൽകുകേ. യേശുനാഥ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോൾ എന്നെ തള്ളല്ലേ. നിൻ പ്രഭാതത്തിങ്കൽ മാത്രം ആശ വയ്ക്കുന്നേ, വേദനപ്പെടുമെന്നാത്മം സൗഖ്യമാക്കുകേ. യേശുനാഥ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോൾ എന്നെ തള്ളല്ലേ. എന്നാശ്വാസമാകുന്നേ എന്റെ ജീവനേ, സ്വർഗ്ഗം ഭൂമിയെങ്ങുമാരും നീയല്ലാതില്ലേ. യേശുനാഥ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോൾ എന്നെ തള്ളല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, എന്നുള്ള സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവേ,
ഈ സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അടിയങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇടയാക്കിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങൾക്ക് അനുഗ്രഹപ്രദമായൊരു ശാപ സ്കൂൾ അവിടുന്ന് നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ശാപ സ്കൂളിൽ പങ്കാളിത്തം വഹിച്ച ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നാഥ, ഈ സമയം കർത്താവെ അടിയങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നാഥ കർത്താവെ, അടിയങ്ങളുടെ ഇടയിൽ കോവിഡ് എന്നുള്ളതായ ഭീഷണി ഇപ്പോഴും നിലനിർത്തുകയാണല്ലോ പിതാവേ. കർത്താവ്, ഇപ്പോഴും അനേകർ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുകയും അനേകർ കർത്താവ് ഭവനങ്ങളിലും ഈ അസുഖം ബാധിച്ച് ആയിരിക്കുന്നുവല്ലോ. അനേകർ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടതായ ഈ സാഹചര്യത്തിൽ കർത്താവെ, ആ മാറ്റപ്പെട്ടതായ കുടുംബാംഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ രോഗാവസ്ഥയിൽ ആശുപത്രികൾ അഭയം പ്രാപിച്ചവരെയും ഭവനത്തിലായിരിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ. അവരോട് കൂടി ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവെ, ഈ വൈറസൊക്കെയും അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റി അവരോടൊന്നും സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നാഥ, ഇപ്പോൾ ഇന്നത്തെ ആരാധന ഉടനീളം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രത്യേകിച്ച് ഇന്ന് ദിവ്യാരാധനയിൽ ദൂത് നൽകുന്ന ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയമകനോട് കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനിലൂടെ അടിയങ്ങളോട് അവിടെ നിന്നും സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, കേൾക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരിലും അങ്ങയുടെ ആത്മാവിനെ പകരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവെ, ഇന്ന് അടിയങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ. Amen.